കൊള്ളാം. 2 കമ്പി വീണ് ഒച്ച കേട്ടപ്പോഴേക്കും പേടിച്ചോ? ഇവിടെയെങ്കിലും ഒരു ഒച്ചയും ബഹളം ഇല്ലല്ലോ. ഒച്ചയുടെ അല്ല, കണ്ണു തുറമ്പോ കണ്ടതാരാ? നിന്നെ. അപ്പൊ എന്നെ പേടിയുണ്ട്. പിന്നെ പേടിക്കാണ്ട പറ്റോ? പുലിക്കുട്ടിയല്ലേ. ചെറ്റത്തരം കാട്ടുന്നവർക്കൊക്കെ ഒരു പേടിയുള്ളത് നല്ലതാ എന്റെ തങ്കപ്പനായരെ. അപ്പൊ ഞാനൊരു ചെറ്റയെന്നാണോ നീ പറഞ്ഞത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേങ്കില് ചില ചെറ്റകളുണ്ട്. ബോംബെന്നങ്ങാണ്ട് ദാമുവിന്റെ കൂട്ടുകാരൻ വന്നു പറയാനട്ടു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൂട്ടുകാരന്മാർ വന്ന് പാത്തു പോണുണ്ട് മുതലാളി. കുമാര, നീ ആ കമ്പിയും കൊണ്ട് പോ. ഇതൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഈ പെണ്ണുങ്ങൾ ഇരുമ്പേ പണിതാ ഏക്കില്ല. ടൗണില് വേലക്കേറുവാൻ്റെ കൊടുത്താ ഉളി പോലെ പണിത് തരും. നീ നിന്റെ പണി നോക്കി പോടാ. ശരി ശരി, മുതലാളിയുടെ പണിയിൽ ഞാൻ ഇടപെടുന്നില്ല. ഇവന്മാരോടൊക്കെ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ലത്. എന്റെ കാശിതാ, ഞാൻ പോട്ടെ. അത് ശരി, നിക്ക് പെണ്ണേ. അവൻ പറഞ്ഞു കേട്ടിട്ടാ ഈ ഒരു കഴുത തന്നെയാ. ഞാൻ കഴുത തന്നെയാ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഭാരം ചുമക്കണേ. അല്ല, ദാമുവിന്റെ കൂട്ടുകാരൻ വന്നത് എന്തിനാ? എനിക്കറിയില്ല. ഏട്ടൻ അക്കരയ്ക്ക് പോയി എന്നൊക്കെ പറയണു. നേരാണോന്നറിയില്ല. നോണെന്ന് ആയിരിക്കില്ല, അല്ലാണ്ട് ഒരാളൊന്ന് പറയോ? ആട്ടെ, കാശെല്ലാം കൊടുത്തിട്ടുണ്ടോ? കുറച്ച് തുണി കൊടുത്തു വിട്ടു. ചാവുമ്പോ പുതിയൻ. കുമാരേട്ടാ, നിങ്ങളൊന്നും കൂടെ നോക്കിയേ. ജമാലേ, നമ്മുടെ കയ്യിലുള്ളതും പെടയ്ക്കണ നോട്ട് തന്നെയാ. പക്ഷെങ്കിലേ നിങ്ങള് മുതലാളിയാണ്. അത് ശരിയാ. മുതലാളിമാരുടെ കയ്യിൽ നിന്നും വരുത്തന്മാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉണ്ടാവോ നിങ്ങളുടെ കയ്യിൽ? എല്ലിന് പലമുള്ള ആണിന്റെ സുഖം ഉണ്ടല്ലോ, അത് അവിടെ കിട്ടില്ല. അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാത്ത ചെറ്റാള്. എടി തുപ്പോലും ചീറ്റിലൊക്കെ നിന്റെ വീടിന്റെ മുറ്റത്ത് ഇവിടെ വന്ന് കളിച്ചാൽ മോളെ കളി പഠിക്കും. നിന്റെ അമ്മയോട് പോയി പറയടാ. നിനക്കെന്നത് എന്ത് പറ്റി? ഒന്നാമതേ മരമോന്ത, അത് കേറ്റിയും കൂടെ പിടിച്ചാല്. മുത്തശ്ശി, ഇനി അവളുടെ നല്ലത് കേട്ടാലേ മുത്തശ്ശിക്ക് ഊണ് സുഖാവൂ. ഇതെന്ത് കൂട്ടാനാടി ഇത്? ഇത്തിരി മീന ഇറച്ചിയെ തിന്നിട്ടുള്ള കാലം മറന്നു. ഹായ്, ഇറച്ചി തിന്നാൻ പറ്റിയ ഒരാള് ചോറ് തിന്നണ ഐസ് ഫ്രൂട്ട് തിന്നണ പോലെയാ. പിന്നെ എനിക്ക് തിന്നാൻ കുഴപ്പമൊന്നുമില്ല. എന്റെ കഴുത്ത് നീ കഴിച്ചു വിടില്ലടി നിന്നെ. ആരാ? എന്താണ് ഒച്ചയാക്കൊന്നില്ലാത്ത? അതാ തമിഴനാ, എന്തേലും പറഞ്ഞു പോയിക്കോട്ടെ. ആകത്തെ ആരാണ് കേട്ടേക്കണേ? നമ്മള് അധോലോക നായകനാണോ? അധോലോക നായകനോ? ആമാ എന്ന് ചിലരൊക്കെ പറയണ കേട്ടു. പറയണവര് പറഞ്ഞോട്ടെ. അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത്? അതിവിടെ ആമ്പിള്ളേരില്ലാഞ്ഞിട്ട്. നമ്മളാരാണാവോ? ഹരഹരോ ഹരഹര. നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ? ഞാൻ സ്വാമി വേലായുധ, ദാമോദരന്റെ മാതുല്ലാഹു. ഓ, അത് ശരി. വേലായുധ സ്വാമികൾ. വേലിച്ചാമി എന്ന് വിളിക്കും. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പൊ കാവ്യ കൊടുത്ത് തെണ്ടലാണ് ജോലി. ഹരഹരോ ഹരഹര. അതെങ്ങനെ അറിഞ്ഞു? ഞാൻ വന്നിട്ട് 3-4 ദിവസം ആയില്ലേ. അത് ഞാൻ അറിഞ്ഞു. എവിടെയാ താമസം? ഞാനും ഇപ്പൊ സ്വാമി വേലായുധയെ പോലെയാണ്. ലോകമേ തറവാട്. എവിടെ വേണമെങ്കിലും തങ്ങാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ. രാത്രി ആകാശവും നക്ഷത്രവും ഒക്കെ നോക്കി കിടക്കും. ഇനി അത് ശരിയല്ല. കുമാരനാണ് ആള്. നാഗമാണ് നാഗം. പകയുള്ളവനാ, സൂക്ഷിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും 5-8 ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ. അത് കഴിഞ്ഞാൽ അധോലോകത്തേക്ക് തിരിച്ചു പോകും. ഏത് ലോകത്തേക്ക് പോണെന്ന് തീരുമാനിച്ചിട്ടില്ല. അതെന്താ? അതങ്ങനാണ്. അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം. വാടക കൃത്യമായിട്ട് കൊടുത്താൽ മതി. കൊടുക്കാം. എവിടാണ്? നമ്മുടെ ആശ്രമം തന്നെ. ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. വാടക കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട്? മത്സ്യം കടിച്ചോ? മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന. കാവിലെ പൂരത്തിന് ഇത്തിരി ചാന്തും പൊട്ടും ഒക്കെ മേടിക്കണം. ഭാന് കേക്കണ്ട, നല്ലത് കിട്ടും അവളുടെ. അവക്കതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം. എന്നാലേ പെണ്ണ് ചോദിച്ച ആരെങ്കിലും വരൂ. ആ പോത്തിന് അത് വല്ലതും അറിയോ? ഉടുത്തൊരുങ്ങി പൂവും ചൂടി ചുണ്ടത്ത് ചായം തേച്ച് നിക്ക്. വരും ഇഷ്ടം പോലെ ആൾക്കാര്. ഒരിക്കൽ സുന്ദരിക്കോത ചമഞ്ഞതിന്റെ സമ്മാനം ദാ ഒക്കത്തിരിക്കുന്നു. നടി അതിന് കൊടുക്ക്. അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായ്ക്കള്. എന്നാ തിന്നോ. നിനക്ക് എന്താ ഇന്ന് ചൊറഞ്ഞ് ചൊറഞ്ഞ്? ആ കുമാരൻ പിന്നെയും വല്ലതും പറഞ്ഞോടി? കുമാരനല്ല,
എന്റെ പൊന്നാരേട്ട അനിയത്തിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ വിശ്വനാഥൻ. അവനെ കണ്ടോടി? അയാള് കോറി ചെന്ന കുമാരനെ തല്ലി പഞ്ചറാക്കിയെന്ന്. നന്നായിപ്പോയി. തല്ലി കൊല്ലണോ അവനെ? അയ്യടാ എന്താ സന്തോഷം. ചോദിക്കാനും പറയാനും നമുക്കൊരാളുണ്ടെന്ന് അറിയണത് നല്ലതല്ലേ? ഓ മുത്തശ്ശനും അതന്നെ പറയണേ. ഇപ്പൊ അങ്ങാടിയിൽ എല്ലാരും പറയണത് എന്താണെന്നറിയോ? അയാൾ ഇവിടെയാ പൊറുതിന്ന്. ചേച്ചിയുടെ കൂടെയാണോ അനിയത്തിമാരുടെ കൂടെയാണോന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടേ. പോരെ എന്നിട്ടിപ്പൊ നല്ലതാന്ന്. കൊറേയൊക്കെ നിന്റെ തോന്നല. നീ ഓരോന്ന് ആലോചിച്ച് പെരുപ്പിക്കുക. ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം. എനിക്ക് ഭ്രാന്താ. ഇനിയിപ്പൊ മുത്തശ്ശനും കൂടി ഒന്ന് പറഞ്ഞോ. മുത്തശ്ശി ദേ വേലുമാമന്റെ വീട്ടിലെ അല്ല, ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ? അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന്. എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ? എന്താ ചോദിക്കാൻ? അല്ല, ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല. എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ, ആ കാന്താരി മുളക്, എന്റെ അനന്തരവള പെങ്ങട മോള്. പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വര വിശ്വാസം തീരില്ല. അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയോ? പൂവും ചന്ദനം എടുക്കേണ്ട കൈകൊണ്ട് ചുറ്റിക പിടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി. ഞാൻ പിന്നെ ക്ഷമിച്ചു. പാവാണേ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മറ്റവനെ വിളിക്കും. ആരെയാ? ദേ ആ തറയിൽ ഇരിക്കണോ ചാത്തൻ. അതാണോ ചാത്തൻ? അതെ. വിളിക്കട്ടെ? വേണ്ട. വിളിക്കണോ? വേണ്ട വേണ്ട. പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. മൂപ്പര് വന്നാൽ പിന്നെ നമുക്ക് എന്തും ജയിക്കാലോ. മുണ്ടും തുണി കഴുകും, പെരേ മുറ്റടിച്ചു വാരും, കഞ്ഞി വെക്കും, അരയ്ക്കും, കൂട്ടാൻ വെക്കും. ഞാൻ മൂപ്പരെ കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണേ. അതാണ് ഈ വീട് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലേ? അതെ അതെ. എനിക്ക് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചുകൂടെ? കളിയാക്കാണോ? കളിയാക്കണ്ട, കളി പഠിക്കും. കണ്ണീരണിന്തത് എന്നെ 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 കാവിയുടുത്തത് എന്നെ മോനെ അവയാറ് വരണ്ട്. മുത്തശ്ശി പതുക്കെ. ഓ, നീ എവിടെയായിരുന്നു? മുത്തശ്ശി ആരോടൊക്കെ ചോദിച്ചു, എവിടൊക്കെ അന്വേഷിച്ചു? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി. എന്നിട്ട് എന്നെ വന്നൊന്ന് കണ്ടില്ലല്ലോ. ദാമു സ്വപ്നത്തിൽ എന്ന് എന്നോട് പറഞ്ഞു, മുത്തശ്ശി നല്ലോണം നോക്കണം അവനെ എന്നെ പോലെന്ന്. അവൻ അറിയുന്നുണ്ടോ കുടുംബത്ത് വന്നപ്പോ ആട്ടി പായിച്ചു എന്ന്? സാരമില്ല മുത്തശ്ശി. അതിന് അമ്മ എന്തിനാ വിഷമിക്കണേ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ഇതും നമ്മ വീട് തന്നെ. അതിന് പണവും മേടിച്ചിട്ടുണ്ടാവും നീയെ. എന്നെ എനിക്കറിയാൻ പാടില്ലേ? എന്റെ വയറ്റിൽ കുരുത്തതാ, ഒരു കഷ്ണം പോകല. എന്താടി തെക്കേലേക്ക് ഒരു നോട്ടം? ഒന്നുമില്ല. ഇനി ഒരു പേര് ദോഷം കേൾപ്പിച്ച എല്ലാരും ഇത്തിരി വിഷം തന്ന് ഞാനും അങ്ങോട്ട് ചാവുകയുള്ളൂ. എന്താ നോക്കണേ? കരയാൻ വേണ്ടി പറഞ്ഞതല്ല. അയാൾ എന്തിനെവിടെ ചുറ്റിപ്പറ്റണേന്ന് എനിക്കറിയില്ല. എനിക്ക് പേടിയാടി. മുത്തശ്ശിയെ വിളിക്കാൻ രാജി അങ്ങോട്ട് പോയിട്ട് കണ്ടില്ല. അതാ ഞാൻ. ഇവറ്റൊക്കെ ഒന്ന് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ട് മോന്റെ നാട് എവിടെയാ? ബോംബെയില്. അല്ല, ഗുരുവായൂരടുത്താ. ഇപ്പൊ അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. 14 വയസ്സില് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നാട് വിട്ടതാ. അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? എന്റെ അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. എനിക്ക് 3 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ച. പിന്നെ 4-5 വർഷം കഴിഞ്ഞപ്പോ എന്റെ അമ്മ വേറൊരാളെ കല്യാണം കഴിച്ചു. എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പപ്പടം വിളമ്പിയിട്ടുണ്ട്. വാ, എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പായസം വിളമ്പിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ എന്റെ അമ്മയുടെ കല്യാണത്തിന് ശേഷമാണല്ലോ ഞാൻ ഉണ്ടായതല്ലേ. അവയേ ആ കുടിയില് മക്കളില്ലേ? ഒരു അനിയനും അനിയത്തിയും ഉണ്ടായിരുന്നു. അതിന് താഴെ ഉണ്ടോന്നറിയില്ല.
വീടുമായിട്ട് പിന്നെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അയ്യോ അതെന്താ? പറ്റിയില്ല. ഒക്കെ ഒന്ന് വിളക്കി ചേർക്കണം. ഉം. അമ്മയെ പോയി കാണണം, ചെറിയച്ഛനെയും. ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊക്കെ തിരുത്തണം. എന്നിട്ടൊന്ന് ജീവിക്കണം. ദേ കരിങ്കാളി ഇളകി. അയ്യോ അങ്ങനെയൊന്നും വിളിച്ചേക്കില്ലേ, കൊന്നാളെ തന്നെ. മുത്തശ്ശി പോവാ. ഞാനില്ല ഇപ്പൊ, നീ വെക്ക. ചത്തോ? ദേ വിളിയേക്ക്. എനിക്ക് വയ്യ വിളിച്ചു പോവാൻ. കാവൽക്കാരൊക്കെ ഇന്ന നാളെ പോവും, പിന്നെ നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലേ ജമാല്? കുമാരേട്ടാ, ദേ അയാള്. എന്തൊക്കെയാ കുമാരേട്ടാ, സുഖമല്ലേ? ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. അങ്ങനെ മറക്കണവനല്ല കുമാരൻ. അതാ നല്ലത്, എപ്പോഴും ഒരു ഓർമ്മ ഉണ്ടാവണതാ നല്ലത്. പേടിച്ചു പോയാ? പൊയ്ക്കോ. ഇവിടെ അനങ്ങി നടക്കടി. മുത്തശ്ശി നാളെ കാലത്ത് വരാന്ന്. പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോന്നേ? അവിടെ കൂടായിരുന്നല്ലോ. മേലാൽ എന്റെ അനുവാദം ഇല്ലാണ്ടാ പഠിക്കകത്ത് കേറിയ കാലിന്റെ മുട്ടി ഞാൻ തല്ലി പിടിക്കും. വീർപ്പിക്കാണ്ട് കേറി പോടി. അതെ, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ എവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഏട്ടന്റെ കൂട്ടുകാരനാണെങ്കിൽ വന്ന് വിവരം പറഞ്ഞ് പൊക്കൂടെ? പൊയ്ക്കോളാം പെങ്ങളെ, ഒരു 3-4 ദിവസം എനിക്കിത്തിരി ജോലിയുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട് നോക്കി പൊയ്ക്കോളാം. വേറെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും എനിക്കില്ല. ഞാനൊരു മുത്തശ്ശി എന്താ ആലോചിക്കണ? ഞാൻ എന്റെ ദാമുവിനെ കുറിച്ച് ഓർത്തതാ. വൈകുന്നേരം ആവുമ്പോ അവൻ എന്നെയും കൂട്ടി ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഇതുപോലെ വായി തോന്നണതൊക്കെ ചോദിച്ചോണ്ടിരിക്കും. ചിലപ്പോ ചില പാട്ടും കൂത്തും സംഗീതം ഒക്കെ ഉണ്ടാവും. അത്താഴം വിളമ്പണ നേരത്ത് സുമ അവിടെ നിന്ന് വിളിക്കും. എന്റെ കുട്ടി ഇപ്പൊ കണ്ണെത്താത്ത നാട്ടില് ആരോരും ഇല്ലാണ്ട്. ഭഗവതി, എന്താ ആലോചിക്കണേ? ഏയ്, ഞാൻ വെറുതെ എന്നെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ദാമുവിനെ എല്ലാവരും എത്ര സ്നേഹിക്കണ. എനിക്ക് കൊതി വരിക. എനിക്കിങ്ങനെ ഓർക്കാൻ ആരുമില്ല, ഒന്നുമില്ല. ഉള്ളത് തന്നെ ഒന്നും നല്ലതുമല്ല. ആർക്കും വേണ്ടാത്ത, ആരോരും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. ചാവുമ്പോ പോലും ഒരു തെരുവ് പട്ടി ചാവണ പോലെ ഏതെങ്കിലും ഒരിടത്ത്. എന്തൊക്കെ ഈ ചെക്കൻ പറയണേ? എല്ലാരും ഈ ലോകത്തിലേക്ക് ഒറ്റയ്ക്ക് തന്നെയാ വരണേ. പിന്നെ എല്ലാരും ഉണ്ടാവണേ. നാട്ടിൽ അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എല്ലാരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്ത പോലെ. അതൊരു കഥ. മുത്തശ്ശിക്ക് എന്നോട് ശരിക്കും ഇഷ്ടമാണോ? ദാമുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഒരു ഇത്തിരിയെങ്കിലും എന്താ ചിരിക്കണേ? ഈ തടി ഒമ്പത്തരയൊക്കെ ഉള്ളൂ, വെറും കൊച്ചു കുട്ടികളുടെ പോലെയാ. സൂര്യചന്ദ്രന്മാരെ ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? പറ. ഇല്ല. പൂക്കള്, കിളികള്, പുഴ, പാട്ട്, നല്ല കഥ, നല്ല ചോറും കൂട്ടാന്, നല്ലൊരു വീട്, അങ്ങനെ നല്ലതൊക്കെ എല്ലാവർക്കും ഇഷ്ടാ. ഞാൻ നല്ലതാണെന്നാണ് മുത്തശ്ശി പറയണേ. നീ എന്റെ ദാമുവിനെ പോലെ തന്നെ എനിക്ക്. നിങ്ങൾ ആരാ? ഇത് ചോദിക്കാനാണോ ചേച്ചി ഈ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വന്ന്? ആ, ഒരു വെട്ടുകത്തി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ലെന്നാണോ നമ്മുടെ വിചാരം?
ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാനൊരു മനുഷ്യനാണ്, പേര് വിശ്വനാഥൻ എന്നാണ്, കുട്ടിയുടെ ഏട്ടന്റെ മതി കൂട്ടുകാരൻ. ഞങ്ങളെ കളിപ്പിച്ചത്. നിങ്ങൾ പറയുന്നതൊക്കെ നുണയാ. അമ്മ മരിക്കാൻ കിടക്കുമ്പോ മരുന്ന് വാങ്ങാൻ 500 രൂപ തികച്ചയച്ചു തരാനില്ലാത്ത ഏട്ടൻ ഇത്രയും പണം തന്നു വിട്ടു അല്ലേ? എന്നിട്ടൊരു കത്ത് പോലും വയ്ക്കാതെ ദുബായിക്ക് പോയി അല്ലേ? സത്യം പറ, നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് എന്തിനാ? ഈശ്വരനെ വിചാരിച്ച് സത്യം പറ. എന്റെ ഏട്ടൻ എവിടെയുണ്ട്? പറയേ, ഏട്ടൻ എന്തെങ്കിലും പറ്റിയോ? ഒരു അപകടത്തിൽപ്പെട്ട് അയാൾ മരിച്ചുപോയി. ഒരു റോഡ് അപകടത്തിൽ അയാൾ ഞാനിവിടെ വന്ന് ചെയ്തതെല്ലാം ദാമുവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ചെലവാക്കിയ പണമെല്ലാം അയാളുടെ പണവുമാണ്. അത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അയാൾ ഇവിടെ നിന്നോ മോഷ്ടിച്ചതാണ് ഇതൊക്കെ. അല്ലാതെ ഇത്രയും കാശുണ്ടാക്കാൻ വേറെ വഴി ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ പറമ്പ് ലേലം ചെയ്തു പോരുതെന്നും കടങ്ങൾ വീട്ടിൽ നിന്നൊക്കെ അയാൾ ആശിച്ചിട്ടുണ്ടാവും. അയാൾ വിചാരിച്ചതൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോടെങ്കിലും ഇതൊക്കെ തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. ആരോട് എങ്ങനെ പറയുന്നറിയാതെ വിഷമിക്കുകയായിരുന്നു. ഭാനു, അയാളുടെ പാസ്പോർട്ടും ചില സർട്ടിഫിക്കറ്റുകളും കുറച്ച് തുണി സാധനമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഭാനുവിനെ ഏൽപ്പിക്കട്ടെ? ഭാനു, സുമേച്ചിക്ക് പറയാൻ അവകാശമൊന്നുമില്ല. എന്നാലും സുമേച്ചിക്ക് പറ്റിയത് നിനക്ക് പറ്റരുത്. എന്താടി എന്താടി എന്താ എന്താ? ഭാനു, എന്താടി മോളെ? സ്നേഹിക്കരുന്നല്ല സുമേച്ചി പറഞ്ഞത്. ഭാനു, നല്ലൊരു താടിയായിരുന്നു. ദേ ഇപ്പൊ താറാമട്ട തൊട്ട് വിളിച്ച പോലെയായി. ദേ ഇത്രയും നീട്ടി വളർത്തിയ കാശ് എത്രയെന്നറിയോ? താടി വടിച്ചു വിറ്റാ കാശ് കിട്ടുമോ? വടിച്ചു വിറ്റാ കാശ് പോകും, വടിക്കണ കാശ്. ദേ ഇത്ര നീട്ടി വളർത്തി ഇതുപോലെ കാവ്യ കൊടുത്ത് രുദ്രാക്ഷം കഴുത്തിലിട്ട് കൈ നീട്ടിയ കാശ. അത് ശരി. പിന്നെന്താ സ്വാമി വേലായുധ വളർത്താത്ത? ഞാൻ വളർത്തണ്ടല്ലോ. 10-26 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എവിടെ? ഇത് വേണ്ടത്. ഏതായാലും താടിയും വളർത്തി ആ. ഈ കാവ്യ കൊടുത്ത് തെണ്ടി തിന്നാൻ എനിക്ക് ഉദ്ദേശമില്ല. അമ്മ എന്നെ കണ്ടിട്ട് 10-20 വർഷമായി. താടിയൊക്കെ വളർത്തി ചെന്നാ ചിലപ്പോ കണ്ടാ തിരിച്ചറിയില്ല. അപ്പോ ഇനി ഇങ്ങനെ ഇല്ല. ഇല്ല, നാട്ടിൽ തന്നെ കൂടണം. ഗുരുവായൂർ അമ്പലത്തിന്റെ ഏത് ഭാഗത്താ വീടെന്ന് പറഞ്ഞേ? എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് സ്വാമി വേലായുധം അങ്ങോട്ട് ഇറങ്ങാം. ഗുരുവായൂരപ്പനെ തൊഴുകയും ചെയ്യാം. പിന്നെ വിശ്വാന്റെ വീട്ടിലെ 1-2 മാസം തങ്ങുകയും ചെയ്യാമല്ലോ.
പോവുകയാണെന്നറിഞ്ഞു. അതെ, വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാം, ഞാൻ വരും. വീട്ടിലെ അഡ്രസ് അവിടെ ചെന്നിട്ട് ഞാൻ അറിയിക്കാം. അതിന്റെ ആവശ്യമില്ല. ഇനി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ തന്നെ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ വേണ്ടാത്തൊക്കെ കേൾക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ. പിന്നെ എൻ്റെ ഏട്ടൻ്റെ പാസ്പോർട്ട് സാധനങ്ങളും എനിക്ക് വേണം. ഇനി അതല്ലേ ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ എടുത്തു തരാം. ഇപ്പൊ വേണ്ട. ഇപ്പോ അത് കണ്ട ഞാൻ പൊട്ടിപ്പോ. ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. പോണതിന് മുമ്പ് ഞാൻ പറയാം മുത്തശ്ശനോട്. വേണ്ട. ഏട്ടൻ വരുമെന്നും ഒരു നല്ല കാലം ഉണ്ടാവുമെന്നും വിചാരിച്ചിരിക്കണവരെല്ലാരും. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഭാനു മാത്രമല്ല, മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കണ്ടേ? അത് സാരമില്ല. അങ്ങനെ ജീവിച്ച് ഒരു ശീലായി. വേലുമാമന്റെ വീട്ടില് തെക്കേ മുറിയിൽ ഒരു ഓട്ടുകല ഉരുളിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മനസ്സൊന്ന് തണുക്കുമ്പോൾ ഞാൻ എടുത്തോണ്ട് വന്നോളാം. പോകുമ്പോ യാത്ര പറയാൻ എനിക്ക് അവിടെ നിന്ന് വരാമല്ലോ അല്ലേ? മുത്തശ്ശിയോട് രാജിയോടും ഒക്കെ വരില്ല എന്ന് പറയണ്ട. നിങ്ങൾ പോണത് അവർക്കൊക്കെ വലിയ സങ്കടമാണ്. വെറുതെ വിചാരിച്ചോട്ടെ.